കാറിന് എന്തോ പറ്റി. ഇനി സ്റ്റാർട്ട് ആവണെങ്കിലേ ഇറങ്ങി തള്ളണം. പറ്റുമോ? അയ്യോ, മുത്തേനെ കൊണ്ട് കാറ് തള്ളിച്ചോന്ന് നീ നാളെ അങ്കിളിനോട് പരാതി പറയൂ. പോരാ, കാർ അനങ്ങുന്നില്ല. കുറച്ചുകൂടി ശക്തിയിൽ തള്ളു. കുറച്ചുകൂടി ശക്തിയിൽ തള്ളുന്നേ. ഞാനെന്താ ആനയാണോ? എനിക്ക് ഇത്ര ശക്തിയേ ഉള്ളൂ. ഓ, വണ്ടി സ്റ്റാർട്ടായല്ലോ. ഡോറ് തുറക്ക്. ഞാനേ നിന്റെ ഡ്രൈവർ ഒന്നും അല്ല. എന്റെ കാറിൽ കയറാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഹോസ്റ്റലിലേക്ക് നീ നടന്നങ്ങ് പോയാ മതി. ഞാനിനി എന്താ ചെയ്യാ? സൈക്കിളാണെങ്കിൽ കൈലാഷ് സാറിന്റെ വീട്ടിലും ഹോസ്റ്റലിലേക്ക് എത്ര ദൂരം നടക്കണം? ഈ സമയത്ത് നീ എന്താ ഇവിടെ? കൈലാഷ് സാറിന്റെ വീട്ടിലെ ജോലി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. നീ ഈ സമയത്ത് സൈക്കിളിൽ പോണ്ടാന്ന് പി.കെ. സാർ പറഞ്ഞു. മുക്തയോട് എന്നെയും കൊണ്ടുപോണോന്നും പറഞ്ഞു. എന്നിട്ട് കാറ് തകരാറായിന്ന് കള്ളം പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് മുക്ത പോയി. സാരമില്ല, പാറു കേറ്, ഞാൻ കൊണ്ടുവിടാം. കാറിന് എന്തോ പറ്റിയല്ലോ. അവളുടെ പ്രാക്ക് കിട്ടിയതായിരിക്കും. ഒരു ഓട്ടോ വിളിച്ചു പോവാം. വണ്ടി വഴി കിടക്കാണെന്ന് രഘുവിനെ വിളിച്ചു പറയാം. അവനിത് റിപ്പയർ ചെയ്ത് ഹോസ്റ്റലിൽ എത്തിച്ചോളും. എന്താ സർ? മുക്ത. മുക്തയല്ലേ? അവളെന്താ കാറിന്നിറങ്ങിയ റോഡിൽ നിൽക്കുന്നേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? വണ്ടി കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു. നിന്നെ പെരുവഴിയിൽ ഇറക്കി വിട്ടാ അവളിപ്പോ പെരുവഴിയിലായി. ഒരു വണ്ടി വരുന്നുണ്ട്, കൈ കാണിച്ചു നോക്കാം. കൈലാഷ, ഭാഗ്യം. ഹേ കൈലാഷ്, 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 കൈലാഷ്.